ഹായ് ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു ടാറ്റ ടിഗോറിൻ്റെ 2017 മോഡലാണ്. അതിൻ്റെ റേഡിയേറ്റർ ഫാൻ കംപ്ലൈൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. ആ കംപ്ലൈൻറ്റ് എങ്ങനെയാണ് വളരെ ലഘുവായ രീതിയിൽ വീട്ടിൽ വെച്ച് തന്നെ പരിഹരിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഈ ഇന്നത്തെ പരീക്ഷണം. അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് നമ്മുടെ ഫാനിൻ്റെ സ്ഥിതി. ആദ്യം നമ്മൾ ഈ ഹോസ് ഇവിടെ നിന്ന് റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ക്ലാമ്പ് അതിന് സ്പെഷ്യൽ ടൂളുണ്ട്, ആ ടൂൾ എടുത്താൽ എളുപ്പമാണ്. അതിനുശേഷം ആ ഹോസ് ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കുക. അതിനകത്ത് നിന്ന് കൂളൻ്റ് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. അതിനുശേഷമായിട്ട് നമ്മൾ കൂളൻ്റിൻ്റെ ടാങ്ക് അഴിച്ചു മാറ്റേണ്ടതായിട്ടുണ്ട്. അതഴിച്ചു കഴിഞ്ഞാൽ പിന്നെ 2 ബോൾട്ട് മാത്രമേ ഉള്ളൂ ഈ ഫാൻ അടിച്ചെടുക്കാനായിട്ട്. പക്ഷേ കൂളൻ്റിൻ്റെ ടാങ്ക് മാറ്റിയെങ്കിൽ മാത്രമേ നമുക്കത് ആക്സസ് കിട്ടത്തുള്ളൂ അവിടത്തേക്ക്. അവിടുന്ന് തൽക്കാലം ഒന്ന് മാറ്റി. ഇനി ഉള്ളത് ഇവിടെ ഒരു നട്ടുണ്ട്, ഇതിൻ്റെ ബോൾട്ടുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് ഒരു ബോൾട്ട് ഉണ്ട്. ആ 2 ബോൾട്ട് അഴിച്ചു കഴിഞ്ഞാൽ താഴെ ഒരു ചെറിയ ഹോൾഡറിനകത്താണ് ഇത് ഇട്ടിരിക്കുന്നത്. അത് അവിടുന്ന് ഊരിയെടുക്കാം. ഒരല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഹൗസൊക്കെ നിൽക്കുന്നത് അല്പം ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്കത് ഊരിയെടുക്കാം. അങ്ങനെ 2 ബോൾട്ടിലാണ് റേഡിയേറ്റർ ഫാന് ടാറ്റ ടിഗോറിൻ്റെത് ക്രമീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇത് റിലീസായി ഇവിടുന്ന്. അപ്പോൾ ഇവിടുത്തെ ഈ ഹോസ് ഇവിടെ നിന്ന് വിടുവിച്ച് സെപ്പറേറ്റ് മാറ്റി നിർത്തുക. താഴെ ഒരു കണക്ടറുണ്ട്. ആ കണക്ടർ ഒന്ന് ഊരി വിടേണ്ടതായിട്ടുണ്ട്. ഇതാണ് ആ കണക്ടർ. ഇവിടെ ഈ കണക്ടർ നമ്മൾ ഒന്ന് വിടുവിക്കേണ്ടതായിട്ടുണ്ട്. അത് അല്പം മേളോട്ട് വന്നതിന് ശേഷം എടുത്താലും മതി. കൈ എത്തുന്നില്ല എങ്കിൽ അല്പം മേളോട്ട് വന്നിട്ട് എടുത്താലും മതി. അപ്പോൾ നമ്മൾ ഫാന് അഴിച്ചിറക്കി കഴിഞ്ഞു. ഇതാണ് ഫാനിൻ്റെ പിൻഭാഗം. ഫാനിൻ്റെ ഫ്രണ്ട് വശം ഇതാണ്. ഇതിനകത്ത് ഇതിൻ്റെ ഫാനിൻ്റെ ബെയറിങ്, മോട്ടറിൻ്റെ ബെയറിങ് പോയതാണ് ഇതിൻ്റെ ശരിയായ പ്രശ്നം. അതുകൊണ്ട് ഇനി അത് നമ്മൾ അഴിച്ചെടുക്കുക. ചെറിയൊരു ബോൾട്ട് അതിനുണ്ട്. ആ ബോൾട്ടിൻ്റെ സൈസ് 7 mm ആണ്. റഞ്ചിട്ട് അത് അഴിച്ചെടുക്കുക. ആ കേബിൾ പുറത്തെടുത്തിട്ട് ഈ ബാക്കി നട്ട് നമ്മൾ അഴിച്ചു മാറ്റുക. അതിനകത്തൊരു വാഷറുണ്ട്. ആ വാഷറൊന്നും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. ഇപ്പോൾ ഇതാണ് സ്ഥിതി.
അപ്പോൾ ഈ ഫാന് അതിൻ്റെ ലീഫ് ഉറപ്പിച്ചിരിക്കുന്ന നട്ടിനെ അടിച്ചെടുക്കണം. അത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് അവിടെ നിന്ന് അടിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫാനിൻ്റെ മോട്ടോർ. ഫാൻ മോട്ടോർ ഇതാണ് നമ്മുടെ പുതിയ ഫാനിൻ്റെ മോട്ടോർ. സെയിം സെൻസറും എല്ലാം തന്നെ ഇതേ തന്നെ ഉണ്ട്. ഇതിൻ്റെ പുതിയതിന് ബൂത്ത്മോ തുടങ്ങിയ സൈറ്റുകളിൽ എല്ലാം തന്നെ 8000-ന് മുകളിലാണ് അതിൻ്റെ റേറ്റ് കിടക്കുന്നത്. 8000 രൂപയോളം റേറ്റാണ്. വർക്ക്ഷോപ്പിൽ കൊടുത്തു കഴിയുമ്പോൾ പിന്നെ പണിക്കൂലി എല്ലാം കൂടെ വരുമ്പോൾ അതിനേക്കാളെല്ലാം ഒരുപാടാവും. ഫാനെ സെറ്റ് ചെയ്യാണ് നമ്മൾ. ആദ്യം സെൻസർ അകത്തൂടെ കയറ്റി വിടുക. അകത്തൂടെ കയറ്റി വിട്ടിട്ട് സെൻസറിൻ്റെ പൊസിഷൻ ഇവിടെയാണ് വരുന്നത്. അതിൻ്റെ ഹോൾഡറിൽ വരണം. അതുകൊണ്ട് ആ നിലയിൽ ഫാനിനെ തിരിച്ചു കൊണ്ടുവരണം. മോട്ടർ തിരിച്ചു കൊണ്ടുവരിക. ആ പൊസിഷനിലേക്ക് കൊണ്ടുവരിക. എല്ലാത്തിൻ്റെയും നട്ടുകൾ തിരിച്ചിടുക. ഓക്കെ, അപ്പോൾ സെൻസറിനെ അതിൻ്റെ ശരിയായ പൊസിഷനിൽ വെച്ചിട്ട് ടൈറ്റ് ചെയ്തു. ഇനി നമ്മൾ വീണ്ടും തിരിച്ച് ഇറക്കാൻ പോവുകയാണ്. ഫാൻ നല്ല ഷാർപ്പാണ്. അതുകൊണ്ട് അത് കൈകൊണ്ട് തിരിക്കുമ്പോഴെല്ലാം സൂക്ഷിക്കുക. മറ്റുള്ള ഹോസുകൾക്കോ റേഡിയേറ്ററിൻ്റെ ഫിൻസിനോ ഒന്നും പ്രശ്നം ഉണ്ടാകാതെ സുരക്ഷിതമായിട്ട് ഇതിനെ താഴെ എത്തിക്കുക എന്നുള്ളതാണ് അടുത്ത ദൗത്യം. ഈ ഹോസിന് കേടുണ്ടാകരുത്. അത്യാവശ്യം ബലം പ്രയോഗിച്ചാൽ ഇത് കയറത്തുള്ളൂ. ഓക്കെ, ഇനി ഇവിടെ താഴെ 2 ഹോൾഡറുണ്ട്. ആ ഹോൾഡറിലാണ് ഇത് വീഴേണ്ടത്. അത് വീണു എന്ന് ഉറപ്പ് വരുത്താനായിട്ട് ആ താഴത്തെ 2 സൈഡ് ചെറുതായിട്ട് നടക്കി നോക്കുക. അപ്പോൾ വരുന്നില്ല. ഓക്കെ, അത് സീറ്റിംഗ് ആയി. ഇനി ഇതിൻ്റെ കണക്ടർ അതിൽ ഘടിപ്പിക്കുക. ഓക്കെ, പ്രസ് ചെയ്യുമ്പോൾ അവിടെ ഒരു ടിക് ശബ്ദം കേൾക്കും. അപ്പോൾ അത് കറക്റ്റ് ലോക്കിൽ വീണു എന്നുള്ളത് ഉറപ്പാകും. പിന്നെ ഇതിൻ്റെ മുകളിൽ കൂടെയുള്ള റബ്ബർ ബുഷ് കറക്റ്റായിട്ട് അതിനെ കവർ ചെയ്യാനായിട്ട് അത് കയറ്റിയിടുക. അപ്പോൾ ഇവിടുത്തെ വർക്ക് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാനാണ്. മുമ്പത്തെ പോലെ ഫാൻ എങ്ങനെയാണ് അതിൻ്റെ പ്രതികരണം എന്നുള്ളത് അറിയാൻ പോവുകയാണ്. ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നില്ല. കറക്റ്റായിട്ടൊന്ന് വർക്ക് ചെയ്യാണ്. കൊണ്ട് കാണിക്കുന്നത് ഇതുകൊണ്ടാണ് ശബ്ദവും മാറി. അപ്പോൾ ഗൈസ്, നമ്മുടെ ടാറ്റ ടിഗോർ 2017 മോഡലിൻ്റെ
റേഡിയേറ്റർ ഫാൻ അതിൻ്റെ മോട്ടറിൻ്റെ പ്രശ്നമായിരുന്നത്. സാധാരണഗതിയിൽ അതിൻ്റെ സെറ്റോടുകൂടിയാണ് മാറുന്നത്. 8,500 രൂപയോളം കുറഞ്ഞത് അതിൻ്റെ പാർട്സിന് തന്നെ വിലയുണ്ട്. അതിനുശേഷം പിന്നെ വർക്ക്ഷോപ്പിലെ മറ്റേ ചാർജും കൊടുക്കണം. ഇത് നമുക്ക് ആകെ 3-4 സ്ക്രൂ മാത്രം അഴിച്ച് മാറ്റി സൂക്ഷിച്ചെടുത്താൽ നമുക്കത് ചെയ്യാനുള്ളേ ഉള്ളൂ. സൈറ്റിൽ നിങ്ങൾ നോക്കിയാൽ 1,500-1,600 രൂപയ്ക്ക് മാക്സിമം വില വരുത്തുള്ള ആ മോട്ടർ മാത്രം മാറിയാൽ മതിയാകും. ഈ പ്രശ്നം നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. വീണ്ടും കാണാം.